എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വാഴത്തോട്ടമാണ് ഈ കാണുന്നത്. പുള്ളി പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ്. ഏകദേശം 2.5 ഏക്കറോളം ഉണ്ട്. വാഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 വാഴയോളം ഉണ്ട്. അതിപ്പം ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ കയറിയതാണ്. ഈ മണ്ണിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടത്തിലെ പോലെയുള്ള ഒരു മണ്ണാണ് ഇവിടെ. അപ്പം വെള്ളം പെട്ടെന്ന് ഇറങ്ങിയാലും ഈർപ്പം നന്നായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടിപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ഒരു കപ്പാടെന്ന് പറഞ്ഞാൽ പുള്ളി പാട്ടത്തെടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇത് വെള്ളം ഇനി ഈർപ്പം അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വാഴ അഴുകിപ്പോവും. അതായത് വാഴ കർഷകർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാ വാഴയിലും ഒരു മിക്ക വാഴയിലും തന്നെ കൊലയായിട്ടുണ്ട്. പുള്ളി അത് കയറുപയോഗിച്ച് എല്ലാ വാഴയും തന്നെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വാഴ നമുക്കത് നഷ്ടപ്പെട്ടാൽ തന്നെ അതിൻ്റെ അധ്വാനം എന്തേലും സമയം എത്ര മാസത്തെ വേണം. ഒരു വാഴ തന്നെ നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു വാഴ കുലച്ച ഒരു വാഴ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം മാസങ്ങളോടെ ഉള്ള ഒരു അധ്വാനമാണ് അതിൻ്റെ പുറകിലുള്ളത്. അതൊരു വാഴ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ നഷ്ടമാണ്. അപ്പം ഈ വെള്ളം ഈർപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് വാഴ മൊത്തം വലിച്ചെടുത്ത് അത് ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമുക്കറിയാം അത് വാഴ മൊത്തം മഞ്ഞ നിറത്തിലേക്ക് മാറി പിന്നെ അത് കൊല ഒടിഞ്ഞു പോവുകയും വാഴ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയാണ്. അപ്പോൾ ഇതൊരു പാകമാകാറുള്ള കൊലകളാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. മഴ ഇപ്പോഴും ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താകും എന്തൊന്നും അറിയില്ല. അപ്പം ഇതിന് മറ്റൊരു വെല്ലുവിളിയായി പുള്ളിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മഴ പെയ്യുന്നതിന് ഈ വെള്ളം കയറുന്നതിന് തൊട്ട് പിറ്റേ ദിവസം മുന്നെയാണ്, ഒരു ദിവസം മുന്നെയാണ് പുള്ളി അതിനകത്ത് വളവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഏകദേശം 200 കിലോയുടെ വളമാണ് പുള്ളി അവിടെ ചെയ്തിരുന്നത്. അത് മൊത്തം ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഈ വെള്ളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് വളം ചെയ്തിട്ട് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തതും ചെയ്യാത്തതും ഒരുപോലെയായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഇത്രയും സ്ഥലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നല്ല രീതിയിൽ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ